ശ്രീ ആന്റണി, ഇപ്പോൾ നടക്കുന്ന ലഹരി വേട്ട അത് ശരിയായ പാതയിൽ തന്നെയാണ് എന്ന് ഉറപ്പിക്കാനാകുന്നുണ്ടോ? കാരണം ഇപ്പോൾ ചില നടന്മാരിൽ നിന്നും പാട്ടുകാരിൽ നിന്നും ഒക്കെ സംവിധായകരിൽ നിന്നൊക്കെ കഞ്ചാവ് പിടിച്ചെടുക്കുന്നു. കഞ്ചാവാണ് പിടിച്ചെടുത്തിട്ടുള്ളത് ഇതുവരെ. അത് ഹൈബ്രിഡ് കഞ്ചാവുമുണ്ട്, സാധാരണ കഞ്ചാവുമുണ്ട്. അതൊക്കെ തന്നെയും ഈ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാവുന്ന പെറ്റി കേസുകളാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം. സ്മൃതി, ഇപ്പം ശരിയായ രീതിയിൽ പോലീസും എക്സൈസും ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ പിടുത്തങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ ഈ കണ്ടെത്തലുകളുടെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്. കാരണം ശരിയായ രീതിയിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്വേഷണ ഏജൻസികൾ അല്ലെങ്കിൽ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കതിനകത്ത് എന്തെങ്കിലും അലംഭാവമുള്ളതായി പറയാൻ പറ്റില്ല. കാരണം ഇപ്പം ഈ സിനിമാ മേഖലയിൽ തന്നെ നമ്മളിപ്പം ഷൈൻ ടോം ചാക്കോയുടെയും അതുപോലെ തന്നെ മറ്റേ ശ്രീനാഥ് ഭാസിയുടെയും ആ സംഭവങ്ങൾക്ക് ശേഷം തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസം 2 സംവിധായകരെ, അതും പ്രമുഖരായ 2 സംവിധായകരെ മയക്കുമരുന്ന് അല്ലെങ്കിൽ കഞ്ചാവും ആയിട്ട് കൈയോടെ പിടിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ തസ്ലിമ എന്ന് പറയുന്ന വനിതയെ ആലപ്പുഴ എക്സൈസ് പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 3 ആളുകളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രീനാഥ് ഭാസിയെയും അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോയെയും പിന്നെ ഒരു മോഡലായിട്ടുള്ള സൗമ്യ എന്ന് പറയുന്ന വനിതയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എക്സൈസ്. അപ്പോൾ ആ വേളയിലാണ് ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ റാപ്പർ വേടൻ എന്ന് പറയുന്ന ഈ പറഞ്ഞ ഹിരൺദാസ് മുരളി ഒരുപാട് ആരാധകരുള്ള ആളാണ്. ചെറുപ്പക്കാരുടെ ഇടയിൽ ഈ സംഗീതവുമായി ബന്ധപ്പെട്ട് വളരെയധികം ആരാധകരുള്ളതും സർക്കാരിൻ്റെ പ്രോഗ്രാമിന് ഈ ആളുടെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരുന്നു. ഇടുക്കിയിൽ വിളിച്ചിരുന്നത് ഇപ്പോൾ അത് റദ്ദ് ചെയ്തിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടത്. അതിനെ നമ്മൾ ലോ എൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ നിയമപാലകരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും രീതിയിലുള്ള വീഴ്ച ഉണ്ടെങ്കിൽ ഇവരെ ഒന്നും പിടികൂടാനൊക്കില്ല. കാരണം കൃത്യമായി കിട്ടുന്ന സോഴ്സസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പോയി പിടിക്കുന്നത്. പിടിക്കുമ്പോൾ സ്മോൾ ക്വാണ്ടിറ്റിയെ കാണുന്നുള്ളൂ. ഇപ്പോൾ കഞ്ചാവ് 1 കിലോയ്ക്ക് കുറഞ്ഞത് സ്മോൾ ക്വാണ്ടിറ്റിയാണ്. 1 വർഷം തടവും 10,000 രൂപയുമാണ്. ബെയിലബിൾ, ജാമ്യം കിട്ടാവുന്ന വകുപ്പാണ്. അതിപ്പോൾ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. സെൻട്രൽ നിയമമാണ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമമാണത്. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനപ്പുറത്തേക്ക് കോടതിക്കോ പോലീസിനോ എക്സൈസിനോ പോകാൻ പറ്റില്ല. അപ്പോൾ അത് നിയമത്തിൻ്റെ ഒരു പോരായ്മയെന്ന് നമ്മൾ പറയുമ്പോഴും ആ നിയമത്തിൻ്റെ പോരായ്മയെ ചൂഷണം ചെയ്തുകൊണ്ടാണ് ഇവരെല്ലാം ഇത് കൊണ്ടുപോകുന്നത്. കാരണം 10 ഗ്രാമോ അല്ലെങ്കിൽ 5 ഗ്രാമോ ഒക്കെ കഞ്ചാവുമായിട്ട് അത് മാത്രമേ അവരുടെ കൈവശത്തിലുള്ളൂ. മറ്റെവിടെയോ ഇത് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ വിതരണക്കാരുണ്ട്. ഇത് വിശ്വസ്തരായ വ്യക്തികൾ പരസ്പരം കൈമാറിയാണ് അതവിടെ എത്തുന്നത്. അല്ലാതെ പോലീസിനോ മറ്റൊരു ഏജൻസിക്കോ മറ്റൊരു സംവിധാനങ്ങൾക്കോ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിൽ ഇത് കടയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ വിൽപ്പന നടത്തുന്നതല്ല. ഇതിവിടെ നിരോധിച്ചിരിക്കുന്ന മയക്കുമരുന്നുകളാണ്. അപ്പം ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾ കൃത്യമായ രീതിയിൽ പോകുന്നുണ്ടോ എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ സിനിമാ മേഖലയിൽ നിന്ന് ഇത്രയും ആളുകളെ, ഇത്രയും പ്രമുഖരായ വ്യക്തികളെ പിടികൂടാൻ ചോദ്യം. ശ്രീ കെ എം ആന്റണി, പ്രമുഖരായ ആളുകൾ എന്നാൽ തന്നെ പ്രമുഖരിൽ വളരെ പ്രമുഖരുമല്ല താനും. വളരെ പ്രമുഖർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും ചില സൂചനകളൊക്കെ ഉണ്ടല്ലോ. പ്രമുഖരാണ്, ആ തരത്തിൽ അത് വാർത്തയുമാണ്. പക്ഷേ ഇവരിൽ നിന്നൊക്കെ എത്ര ക്വാണ്ടിറ്റിയാണ് കിട്ടുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെയും ജാമ്യത്തിൽ അപ്പോൾ തന്നെ ഇറങ്ങുകയുമാണ്. കഞ്ചാവ് ഉപയോഗിച്ചവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോയുടെ ഓട്ടവും ഷൈൻ ടോം ചാക്കോ ഓടാനിടയായ സാഹചര്യമൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണല്ലോ. അങ്ങനെ ഓടേണ്ടിയിരുന്നോ, ഓടുന്നതിന് മുൻപ് തന്നെ പിടിക്കാമായിരുന്നോ എന്നുള്ള ചോദ്യമുണ്ടല്ലോ. ഷൈൻ ടോം ചാക്കോയുടെ കയ്യിൽ നിന്നും അങ്ങനെ ലഹരി പിടിച്ചെടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അല്ല, ഷൈൻ ടോം ചാക്കോയുടെ കയ്യിൽ നിന്ന് പിടിക്കാൻ സാധിച്ചില്ല. ഷൈൻ ടോം ചാക്കോ ജീവൻ പണയപ്പെടുത്തിയാണ് ഓടിയത്. അയാളൊരു ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു നടനായിട്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. സിനിമയിൽ അഭിനയിക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസിലെ പ്രതിയാണ് അയാൾ. അപ്പോൾ അയാൾ ആ കേസിൽ വെറുതെ വിട്ടു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.